സിൽക്കിൽ വരുന്ന സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൽവാർ സെറ്റാണ്. നമുക്ക് ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഇടുകയും ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. നമുക്ക് സെമി സിൽക്ക് ഫാബ്രിക്കിൽ യോക്കിൽ ഓർഗൻസ ഫാബ്രിക് കൊടുത്തിട്ട് എംബ്രോയ്ഡറി ചെയ്തേക്കുവാണ്. എന്നിട്ട് ക്രോഷ്യയുടെ ലേസ് ആണ് കൊടുത്തേക്കുന്നത്. യോക്കിൽ തൊട്ട് നമുക്കിങ്ങനെ പാനൽ പോലെ താഴെ വരെ ഈ ഒരു ക്രോഷ്യയുടെ ലേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുമ്പം സാറ്റൻ സിൽക്കിലാണ് ബോട്ടം. ദുപ്പട്ട സെയിം ഈ യോക്കിലിൻ്റെ ഫാബ്രിക് തന്നെ, ഓർഗൻസ ഫാബ്രിക് തന്നെയാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വരുന്നത്. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി ചെയ്ത ദുപ്പട്ടയാണ്. കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. ഒരു ഗ്രീനിഷ് യെല്ലോ കളറാണ്. ലാവൻഡർ ടോൺ വരുന്നുണ്ട്, കുറച്ച് ഡാർക്കർ ലാവൻഡർ. അതുപോലെ തന്നെ ഗ്രീനും വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 4 ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത്. ലൈറ്റ് ഒരു പിങ്ക് ടോൺ വന്നിട്ട് ബോട്ടം വരുമ്പോൾ നമുക്ക് സാറ്റൻ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. നല്ലൊരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സൽവാർ സെറ്റിൻ്റെ കളർ വന്നേക്കുന്നത്. നല്ലൊരു ലാവൻഡർ ടോണിലാണ് വരുന്നത്. ദുപ്പട്ടയും യോക്കിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് ദുപ്പട്ട വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം വരുമ്പോൾ സാറ്റൻ സിൽക്കിലാണ്. ഈ സെയിം സാറ്റൻ സിൽക്ക് ഫാബ്രിക് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലൈനിങ്ങിനും കൊടുത്തേക്കുന്നത്. ഒരു ഗ്രീൻ ടോണിലാണ് ഈ ഒരു സെറ്റ് നമുക്ക് വന്നേക്കുന്നത്.